എന്തോന്നടി പന്നി, വെള്ളം കണ്ടിട്ടില്ലേ? ഇനി ഞാൻ അടിക്കാം. ജീവിതത്തിൽ മദ്യം കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത സാറ് ബാറിൽ വന്ന് എനിക്ക് മദ്യം വാങ്ങിത്തരിക എന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും കാശുണ്ടായിട്ട് എടാ ജീവ നിനക്ക് മദ്യപിച്ചൂടെ? ഇനി ഞാൻ അടിച്ച ചിലപ്പോ ഒന്ന് സംശയം വരും. അടി അടി. നകുല, ഈ രഞ്ജിനി ആള് കൊള്ളല്ലേ? സാറല്ലേ പറഞ്ഞത് അവള് ശരിയല്ലാന്ന്? ഇതിന് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് പോലും സാർ അവളെ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ആരോടും മിണ്ടാതെ സ്വന്തം വണ്ടി പോലും എടുക്കാതെ ഇവിടുന്ന് മുങ്ങിയതല്ലേ. എന്നിട്ട് ഇപ്പ അതെ, പുഴയിൽ വീണപ്പോ ഞാൻ എല്ലാം മറന്നുപോയതല്ലേ. ഇങ്ങനെ മറന്നാലേ സാറിന്റെ കണക്കില്ലാത്ത സ്വത്തൊക്കെ നാട്ടുകാരും ഉണ്ടോ? അപ്പൊ ജീവൻ രാജ് നല്ല കോടീശ്വരനാണല്ലേ? എനിക്ക് തോന്നുന്നത് സാറിന്റെ സ്വത്തൊക്കെ പുറത്തു പോകാതിരിക്കാൻ ആ മഹേന്ദ്രൻ സാറും സാറിന്റെ രണ്ടാനമ്മയും ചേർന്ന് ആ രഞ്ജിനിയെ സാറിന്റെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പൊ രഞ്ജിനിയെ സ്വപ്പിട്ട ഇനിയും കുറച്ചുകൂടി സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ആ മഹേന്ദ്രൻ സാർ ആളത്ര ശരിയൊന്നുമല്ല. പക്ഷെ രണ്ടാനമ്മയുടെ മോനാണെങ്കിൽ ആ വിജയ് സാറിന് ജീവ സാറെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം ചേട്ടനെ പോലല്ലേ കാണുന്നത്. നന്ദിയുണ്ട് നകുല, നന്ദിയുണ്ട്. തൽക്കാലം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഈ അറിവ് തന്നെ ധാരാളം. ബില്ലിന് പറഞ്ഞതാ. ബില്ലേ അല്ല സാർ, മുഴുവൻ അടിച്ച് തീർന്നില്ലോ. പിന്നെ അയ്യോ, അങ്ങനെ മുഴുവൻ സമയമല്ല. താൻ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചേ. ഈശ്വര കൊതിയാവണം. പെട്ടെന്ന് അടി, പെട്ടെന്ന്. സമയല്ല. സാർ ബില്ല് എന്റെ തന്ന. അതെ, ഞാൻ ക്യാഷ് എടുത്തില്ല. കമ്പനി അക്കൗണ്ടിൽ പേ ചെയ്തേക്കും. ഇല്ലേ? കൊടുത്തേക്കും. ചങ്ക് കത്തി. പുല്ല് കലക്കാണെന്ന് തോന്നുന്നു. വാള് വെക്കുമെന്തോ. ഇനി നമുക്ക് പോവാം. സാർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് അടിക്കാതെ. ഇതൊക്കെ മാറ്റ സാധനം. മനുഷ്യനായിട്ടുള്ള ഇതൊക്കെ അടിക്കും. മനസ്സില്ലാതെ പോവേണു. തലക്ക് പിടിച്ച ആ ജീവൻ என்னப்பா எப்படி இருக்க? சௌக்கியமா இருக்கியா? ஆமா, பிசினஸ் எல்லாம் எப்படி போகுது? நல்லா போதா? எவ்வளவு பெரிய கடல்ல விழுந்தாலும் சாக மாட்டியே, தப்பிச்சிருவியே. பூன ஜென்மம் பாணி. വെള്ളത്തിൽ വീണ കേസ് എല്ലാരും അറിഞ്ഞല്ലേ? ആളെ മനസ്സിലായില്ല? ഇല്ല. രംഗസ്വാമി നമ്മുടെ ബിസിനസ് തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജീവൻസ് ഗാർമെന്റ്സ് ആൻഡ് എക്സ്പോർട്ടിങ്സിന്റെ പുതിയ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. കഷ്ടം. നമ്മളതവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഈ ബിസിനസ്സിലും അയാൾ തകരും. തകരണം. അതിനായി നാളെ നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകും. ഓക്കെ.